കഥ ഒരു മൃദുസ്പർശം കൂടി. രചന ശ്രീ രഘുനാഥ് പലേരി. കഥവായന രശ്മി ഗോപകുമാർ. വിശേഷണങ്ങളും ജീവിതവും തമ്മിൽ വല്ലാത്ത ചില പൊരുത്തക്കേടുകൾ ഈയിടെയായി കണ്ടു തുടങ്ങിയിരിക്കുന്നു. സ്വപ്നവും ജീവിതവും തമ്മിൽ പണ്ടുള്ളത്ര ഹൃദയബന്ധം ഇപ്പോഴില്ല. സ്വപ്നത്തിന് സ്വപ്നവഴി, ജീവിതത്തിന് ജീവിത വഴി. ഇത് ജീവിതമാണ്, പച്ചയായ, മുറിച്ചാൽ ചോര വരുന്ന ജീവിതം. നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് നേരത്തെ റിസർവ് ചെയ്തിട്ടും തീവണ്ടി മുറിക്കകത്ത് ഞാൻ കാത്തിരിപ്പുകാരുടെ കൂട്ടത്തിലായിരുന്നു. മുകളിൽ ഒരു ബെർത്ത് ശരിപ്പെടുത്തി തരാൻ TTA എന്നോട് ആവശ്യപ്പെട്ടത് 150 രൂപ. ആരെയും മാറ്റി നിർത്തിയിട്ടല്ല ആ കിടപ്പാടം എനിക്കയാൾ തരുന്നത്. വരി നിന്നാൽ വരി നീങ്ങി നീങ്ങി ഞാനവിടെ എത്തും. എന്നാലും 150 കൊടുത്താലേ എനിക്കത് പതിച്ചു കിട്ടൂ. ഞാൻ 150 കൊടുത്തു. ചെന്നായകൾക്ക് വിശപ്പ് മാറട്ടെ. കൊല്ലുന്നതിന് മുൻപ് ഒരു തുടം മാംസം പറിച്ചു കൊടുക്കുക. നന്നായി വേദനിക്കും. എന്താ ചെയ്യുക, ജനിച്ചു പോയില്ലേ, ജീവിച്ചല്ലേ പറ്റൂ. മുകളിലെ ബെർത്തിലേക്ക് ഇരുട്ടിൽ തപ്പിപ്പിടിച്ച് കയറുമ്പോൾ ഊഞ്ഞാലാട്ടി ഓടുന്ന തീവണ്ടി മുറിക്കകത്ത് എൻ്റെ ബെർത്തിന് താഴെ ആരൊക്കെയുണ്ടെന്ന് ഞാൻ നോക്കിയിരുന്നില്ല. ആരെയും തട്ടാതെയും മുട്ടാതെയും എങ്ങനെയൊക്കെയോ വളഞ്ഞു തിരിഞ്ഞ് ഞാൻ മുകളിലെത്തി മലർന്നു. തീവണ്ടിയുടെ ആകാശം ഇപ്പോൾ മൂക്കിൽ നിന്നും 1 ഇഞ്ച് മുകളിലാണെന്ന് തോന്നും. അവിടെ ഇരുണ്ട ചന്ദ്രനെ പോലെ ഒരിറ്റ് നീല വെളിച്ചവും. വണ്ടിക്ക് നല്ല വേഗത. ജീവിക്കാനുള്ള പങ്കപ്പാടിൽ അങ്ങേര് പറക്കുകയാണ്. 2 തലനാരിഴയ്ക്ക് മുകളിലൂടെയുള്ള ഓട്ടം. എന്തും സംഭവിക്കാം. ഉരുണ്ടു വീഴാം, മറിഞ്ഞു വീഴാം, പൊട്ടിത്തെറിക്കാം. ഇതുപോലെ ഓടിവരുന്ന ഏതെങ്കിലും ഒരുത്തൻ വന്ന് മെക്കിട്ട് കയറാം. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് പരക്കം പായുന്ന തീവണ്ടിക്കും നന്നായി അറിയാം. മനസ്സിന് ബലം പിടിച്ചു കിടന്നു. ഉരുക്കു ഉരുക്കു ഉരസുന്ന ശബ്ദം ദൈവങ്ങളുടെ ബഹളം വെച്ചുള്ള സംസാരം പോലെ തോന്നി. ഭയം മാറിക്കിട്ടാൻ സാവകാശം അതിനൊരു സംഗീതം നൽകിയാലോ എന്ന് ചിന്തിച്ചു. തീവണ്ടി ഒരു സംഗീതഭ്രാന്തിയാണ്. അവളുടെ മനസ്സ് ഏത് താളവും സ്വീകരിക്കും, ഏത് രാഗവും ഏറ്റെടുക്കും. പണ്ട് അമ്മ പാടാറുള്ളൊരു ഉറക്കുപാട്ട് മനസ്സിലോർത്ത് പാടി നോക്കി. കൊക്കുപാടും പാടത്ത് കൊച്ചരുവി തീരത്ത് കുന്നേറാൻ വന്നോളെ നീ കണ്ടോ പൊന്മാനെ. തീവണ്ടിയും അതേറ്റു പാടുന്നുവോ എന്ന് തോന്നിയ നേരത്താണ് എൻ്റെ പാട്ടിനും മുകളിലായി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ തീവണ്ടി നേരത്തെ കേട്ടു തുടങ്ങിയ കാര്യം ഞാൻ അറിയുന്നത്. ഇരുട്ടിൽ ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നുണ്ട്. എവിടെയോ കാണാതായ ഒരു അമ്മിഞ്ഞ ഞെട്ട് ആ കുഞ്ഞ് തേടി നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കരച്ചിലിന് ഒരു വല്ലാത്ത നീറ്റലാണ്. കേൾക്കേണ്ട താമസം ഓടിച്ചെന്നെടുത്ത് എത്രയും വേഗം ആ കരച്ചിൽ മാറ്റാനുള്ള വ്യഗ്രതയാണ് പിന്നെ. എല്ലാവരും അങ്ങനെയല്ലെങ്കിലും ചിലരെങ്കിലും എന്നെപ്പോലെ ആവാതിരിക്കില്ല എന്നും തോന്നാറുണ്ട്. ആ കരച്ചിലിന് ശക്തി കൂടിക്കൂടി വന്നു. ചീന്തിപ്പോയ മുളന്തണ്ടിനിടയിലൂടെ കഠിനമായി കാറ്റു വീശുമ്പോഴുണ്ടാവുന്ന കാടിൻ്റെ നീറ്റലായി ആ കരച്ചിൽ എനിക്ക് തോന്നവേ ഞാൻ എഴുന്നേറ്റ് താഴേക്ക് നോക്കി. ഇരുട്ടിൻ്റെ കറുകറുത്ത ദേഹത്തിൽ പരന്നു വീണ് കിടക്കുന്ന വെളിച്ചത്തിൽ എനിക്കിപ്പോൾ താഴത്തെ സാമ്രാജ്യം വ്യക്തമായും കാണാം. താഴെ ബെർത്തിൽ വല്ലാതെ തടിച്ച അമ്മയ്ക്കരികിൽ ഒരു കുഞ്ഞു തുണിപ്പന്ത് ഇടയ്ക്കിടെ ഇളക്കി കരയുന്നു. അതിനകം ഉണർന്നു കഴിഞ്ഞ അമ്മയാവട്ടെ ആ തുണിപ്പന്തിൽ ഒളിപ്പിച്ച കുഞ്ഞിക്കിളിയെ പതിയെ തട്ടിക്കൊടുക്കുന്നുണ്ട്. വണ്ടിയുടെ സന്തോഷ ബഹളവും ചുറ്റുമുള്ള ഇരുട്ടും ഭയം തോന്നുന്ന നീല വെളിച്ചവും എല്ലാം ചേർന്ന് ആ കുഞ്ഞിക്കിളിയുടെ ഉറക്കം കെടുത്തിയെന്ന് തോന്നുന്നു. ഇതെന്ത് ലോകമാണെന്ന് ആ കുഞ്ഞിക്കിളി ഭയന്ന് കാണും. തൊട്ടു താഴെയുള്ള ബെർത്തിൽ ഉറങ്ങുന്നവരിൽ ഒരാളുടെ കൂർക്കമ്പലി നിന്നു. അയാൾ ഉണരുകയാണ്. അമ്മയ്ക്കും കുഞ്ഞിനുമരികിൽ ബെർത്തിൽ ഉറങ്ങുന്ന അച്ഛനാവാം ധൃതിയിൽ എഴുന്നേറ്റ് ഒരു ബാഗ് വലിച്ചു തുറന്ന് പാൽക്കുപ്പി എടുത്തു. കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. തട്ടിക്കൊടുക്കുന്നതിന് പകരം ആ തുണിപ്പന്തിനെ പതിയെ ദേഹത്തോട് അമർത്തി വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കരച്ചിൽ നിന്നേനെ. വീണ്ടും വീണ്ടും തട്ടിക്കൊടുക്കുന്നതല്ലാതെ ആ അമ്മ ചേർത്തു പിടിക്കുന്നില്ല. കുഞ്ഞിൻ്റെ കരച്ചിലാണെങ്കിൽ നീറിക്കൊണ്ടിരിക്കുന്നു. ബെർത്തിൽ ഉറങ്ങുന്ന അച്ഛനാവാം ധൃതിയിൽ എഴുന്നേറ്റ് ഒരു ബാഗ് വലിച്ചു തുറന്ന് പാൽക്കുപ്പി എടുത്തു. അമ്മ അത് വാങ്ങി തുണിപ്പന്തിനുള്ളിലേക്ക് നീട്ടി. കുഞ്ഞ് കരച്ചിൽ നിർത്തുമെന്ന് അതിനകം താഴേക്ക് നോക്കിയ എല്ലാ ഉറക്കപ്രാന്തന്മാരും വിചാരിച്ചു കാണണം. എവിടെ, കുഞ്ഞിന് പാൽക്കുപ്പിയേ വേണ്ട. എനിക്കുറപ്പായി പാലല്ല കുഞ്ഞിൻ്റെ പ്രശ്നം, മറ്റെന്തോ ആണ്.
എഴുന്നേറ്റിരുന്ന് ആ അമ്മ തുണിപ്പന്തെടുത്ത് അരുമയോടെ മടിയിൽ വെച്ചു. ഏതോ ഭാഷയിൽ കുഞ്ഞിനോടെന്തോ പതിയെ കെഞ്ചി. കുഞ്ഞത് ശ്രദ്ധിച്ചുവെന്ന് തോന്നുന്നു. കരച്ചിൽ നിന്നു. അമ്മയിൽ ഒരു ആശ്വാസം വിടർന്നതും പെട്ടെന്ന് അതാ കരച്ചിൽ പൊട്ടി. ഇത്തവണ കലക്ക ശബ്ദം. തുണിപ്പന്ത് മടിയിൽ നിന്നെടുത്ത് താഴെ വെച്ച് അമ്മ കുഞ്ഞിനരികിൽ ചരിഞ്ഞു കിടന്നു. പാൽക്കുപ്പി ഒന്നുകൂടി ചുണ്ടിൽ വെച്ചു കൊടുത്തിട്ടും കുഞ്ഞിൻ്റെ കരച്ചിൽ മാറുന്നില്ല. ഇത്തവണ കുഞ്ഞിൻ്റെ പിളർന്നു വരുന്ന ചുണ്ട് ഞാൻ വ്യക്തമായും കണ്ടു. പ്രസവിച്ച് 20-30 ദിവസം കഴിഞ്ഞിരിക്കും. പാൽക്കുപ്പിക്ക് പകരം അവർക്ക് ആ കുഞ്ഞിന് അമ്മിഞ്ഞു കൊടുത്തുകൂടെ? അമ്മിഞ്ഞ പാലിൻ്റെ മധുരം കിട്ടിയ ആ കുഞ്ഞിപ്പോൾ കരച്ചിൽ നിർത്തും. ചിന്തിച്ചത് വെറുതെ. മുലയിൽ പാലുണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും അമ്മ പാൽക്കുപ്പി ഒപ്പം കൊണ്ടുവരുമോ? ഞാനൊരു വിഡ്ഢി. അച്ഛനായെന്ന് വെച്ച് അമ്മമാരെ പൂർണ്ണമായും മനസ്സിലാവില്ല. എനിക്കുമുണ്ട് മക്കള്. തീവണ്ടി യാത്രയ്ക്കിടയിൽ അവരും കരഞ്ഞിട്ടുണ്ട്. മതിമറന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ അമ്മയെ ചരിച്ചു കിടത്തി ഹുക്കഴിച്ച് അമ്മിഞ്ഞയെടുത്ത് ചുണ്ടിൽ വെച്ച് കൊടുത്തുറക്കിയിട്ടുണ്ട്. ആ സമയത്തോ മറ്റോ ആയിരുന്നു ഈ കുഞ്ഞിനെ കണ്ടിരുന്നതെങ്കിൽ ഞാൻ ഇതിനെ എടുത്ത് അവൾക്കരികിൽ കിടത്തിയേനെ. കുഞ്ഞ് ശരിക്കും ഉറങ്ങിയേനെ. ഉണർന്നു തുടങ്ങിയ കൂർക്കമ്പലിക്കാരിൽ പലരും ഉറക്കം പോകുന്നതിൻ്റെ വിഷമത്തിലാണ്. ചിലരെന്തൊക്കെയോ മുറുമുറുക്കുന്നുമുണ്ട്. മുറുമുറുപ്പ് കേട്ടാൽ അവരെല്ലാം അമ്മയുടെ വയറ്റിൽ നിന്ന് മീശയും വെച്ച് ഇറങ്ങി വന്ന് നേരെ ടിക്കറ്റ് എടുത്ത് വണ്ടിയിൽ കയറിയതാണെന്ന് തോന്നും. കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതിൻ്റെ ദൈന്യതയോടെ മുകളിലേക്ക് നോക്കിയ അമ്മയുടെ നോട്ടം എന്നിലായി. സാമാന്യ മര്യാദ അശേഷം പാലിക്കാതെ ഞാൻ തുറന്നു ചോദിച്ചു, എന്തു പറ്റി? ഉത്തരം ദയനീയമായ ഒരു നോട്ടം മാത്രം. ഞാൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ആര് പെറ്റാലും ശരി, കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിൻ്റേതാണെന്ന് പണ്ട് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ധൈര്യത്തോടെ ഞാൻ ആ കരയുന്ന തുണിപ്പന്തിലൊന്ന് തൊട്ടു. പാൽക്കുപ്പി മാറ്റിവെച്ചു. അനവധി വിരിപ്പുകൾ ഓരോന്നായി പുതപ്പിച്ചാണ് ആ അമ്മ തുണിപ്പന്തുണ്ടാക്കിയത്. തുണികൾ ഓരോന്നായി നീക്കി ഞാൻ ആ കുഞ്ഞിനടുത്തേക്ക് ഇത്തിരി കാറ്റെത്തിച്ചു. കുഞ്ഞാകെ വിയർത്തു കുളിച്ചിരിക്കുന്നു. പുറത്ത് തണുപ്പാണെങ്കിലും പാവം കുഞ്ഞു കിടക്കുന്നത് ഏതോ മരുഭൂമിയിലാണെന്ന് തോന്നും. ചുറ്റും കാറ്റ് വീശിയതും കരച്ചിൽ സാവകാശം കുറയുകയായി. നിമിഷം കൊണ്ട് നിൽക്കുകയായി. അമ്മയുടെ മുഖത്തെ ഭയപ്പാട് മാറുകയായി. മുന്നോട്ടാഞ്ഞ് കുഞ്ഞിനെ തന്നെ നോക്കിയിരിക്കുന്ന അച്ഛനിലും ഒരു കൗതുക ചിരി ഞാൻ കണ്ടു. ഞാനേതോ എക്സ്പേർട്ട് ബേബി സിറ്ററാണെന്ന് അവർ വിചാരിച്ചു കാണും. വിചാരിച്ചോട്ടെ, കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നല്ലോ. പേടിക്കാൻ ഒന്നുമില്ല. ഇങ്ങനെ ഒരുപാട് തുണികളൊന്നും പുതപ്പിക്കണ്ട. ദാ ഈ കോട്ടൺ തുണി മാത്രം മതി. കുഞ്ഞിന് അത്യാവശ്യം തണുപ്പും കിട്ടും, അതേസമയം ചൂടും ഉണ്ടാകും. ഒരു ഇൻക്യുബേറ്റർ അവസ്ഥ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വാം അറ്റ്മോസ്ഫിയർ. അച്ഛൻ പറഞ്ഞു, പാല് കുടിക്കണില്ല. ഈ പാൽ ആരും കുടിക്കില്ല. യാത്രയാണെന്നും ചുറ്റും ആൾക്കാരുണ്ടെന്നും വെച്ച് അമ്മിഞ്ഞു കൊടുക്കാൻ മടിക്കണ്ട. അതിലും നല്ല പാല് വേറെ കിട്ടാനില്ല. അമ്മ സത്യം പറഞ്ഞു. പാലില്ല. അതാവുന്ന് ഞാനും ഊഹിച്ചു. എന്നാലും കൊടുക്കാത്ത ആൾക്കാരുണ്ടേ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ കരച്ചിൽ നിന്നുവെങ്കിലും ഇടയ്ക്കിടെ കുഞ്ഞ് ഞരങ്ങുന്നുണ്ട്. ചൂട് മാത്രമല്ല, കുഞ്ഞിനെ മറ്റെന്തോ വിഷമിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. താമരപൊട്ടുപോലൊരു കുഞ്ഞ്. മോനാവാം, മോളാവാം. ഞാനതിനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. ആ വിരിപ്പൊക്കെ ഒന്ന് നല്ലപോലെ കുടഞ്ഞോളൂ. ചിലപ്പോൾ വല്ല ഉറുമ്പോ മറ്റോ കണ്ടെന്ന് വരും. ചെറിയൊരു ബദ്ധപ്പാടോടെ തന്നെ അച്ഛനും അമ്മയും ആ വിരിപ്പ് മുഴുവൻ കുടഞ്ഞു. വീണ്ടും കിടത്തവേ ഞാൻ ലൈറ്റ് തെളിച്ച് കുഞ്ഞിൻ്റെ ദേഹത്തും നോക്കാൻ പറഞ്ഞു. അമ്മ ഒരു ഉറുമ്പിനെയും കണ്ടില്ല. എന്നാലും ഉറുമ്പ് കടിച്ച 2 പാട് കണ്ടു. അച്ഛന് വല്ലാത്ത വിഷമം തോന്നി. ഉറുമ്പുണ്ടാവും, അല്ലാതിങ്ങനെ കരയില്ല, അമ്മ പറഞ്ഞു. അത് ഇന്നലെ കടിച്ചതാ. പറഞ്ഞുകൊണ്ട് അമ്മ കുഞ്ഞിനെ എടുത്തതും കുഞ്ഞു വീണ്ടും കരഞ്ഞു. അവരാ എടുത്ത രീതി കുഞ്ഞിന് മാത്രമല്ല എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു കൈ കൊണ്ട് ചുമലിൽ തൂക്കി കുഞ്ഞിനെ എടുക്കരുത്. 2 കൈ കൊണ്ടും പ്രസാദം വാങ്ങും പോലെ എടുക്കണം. ദാ ഇങ്ങനെ. അമ്മ വല്ലാതായി. അച്ഛനും. ഞാൻ പറഞ്ഞതുപോലെ കുഞ്ഞിനെ വീണ്ടും ആ അമ്മ മടിയിലെടുത്ത് വെച്ചത് എന്നെ വല്ലാതെ രസിപ്പിച്ചു. എനിക്ക് ആ കുടുംബത്തോട് സ്നേഹം തോന്നി. ഉറങ്ങാൻ വിഷമിക്കുന്ന ആരോ ഇതിനകം വിളക്കണച്ചിരുന്നു. എതിർത്തൊന്നും പറയാതെ കുഞ്ഞിൻ്റെ അച്ഛൻ ടോർച്ചെടുത്തു. ആദ്യത്തെ കുഞ്ഞാണല്ലേ? അതെ. ഈ പ്രായത്തിലൊക്കെ നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കണം. അമ്മയുടെ ചൂട് കുഞ്ഞിന് കിട്ടുമ്പോൾ എന്ത് വിഷമമുണ്ടെങ്കിലും അവരതൊക്കെ മറക്കും. മാത്രമല്ല, നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് അമ്മയുടെ ഹൃദയമിടിപ്പും കുഞ്ഞങ്ങനെ കേൾക്കും. ആ ചെണ്ടകൊട്ട് മതി, അവരുറങ്ങിക്കോളും. നന്ദിയോടെ ചിരിച്ചുകൊണ്ട് അവരാ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ചു.
പരമാനന്ദ ഭാവത്തിൽ കുഞ്ഞ് സുഖമായി ഉറങ്ങുകയാണ്. മുകളിലെ ബെർത്തുകളിൽ നിന്നും വീണ്ടും കൂർക്കം വലികൾ കേട്ടു തുടങ്ങി. എല്ലാവരും അമ്മയുടെ നെഞ്ചത്തേക്ക് പറ്റിച്ചേർന്നുവെന്ന് തോന്നുന്നു. കുഞ്ഞിനെ ഉറങ്ങാൻ വിട്ട് മുകളിലേക്ക് കയറി ഞാൻ മലർന്നു കിടന്നു. ഇപ്പോൾ തീവണ്ടിയുടെ ബഹളവും വേഗതയും എന്നെ പേടിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ എന്നേക്കാളേറെ ഉത്കണ്ഠ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഈ തീവണ്ടിക്കാവാം. കഴിവതും വേഗം എത്തേണ്ടിടത്ത് എത്തിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടെ വീണ്ടും ഓടാലോ. അതിവേഗം ഞാൻ ഉറങ്ങിക്കാണണം. എന്നെ ആരോ കുലുക്കി വിളിച്ചു. കണ്ണു തുറന്നതും കുഞ്ഞിൻ്റെ കരച്ചിൽ എൻ്റെ കാതിൽ തുളച്ചു കയറി. പരിഭ്രമത്തോടെ കുലുക്കി വിളിച്ചത് കുഞ്ഞിൻ്റെ അച്ഛനാണ്. ഞാൻ അതിവേഗം താഴെ ഇറങ്ങി. കരയുന്ന കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതിയെ ആട്ടുകയാണ് ആ അമ്മ. മുഖം വല്ലാതായിരിക്കുന്നു. അച്ഛൻ പാൽക്കുപ്പി എന്നെ കാണിച്ചു. ഇത്ര പാല് കുടിച്ച് കിടത്തിയതാ. എന്തോ 2-3 എക്കിട്ട വന്നു. പിന്നെന്തോ. ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് ചുമലിലേക്കിട്ട് പുറത്ത് 2 തട്ട് തട്ടിയതും ഒരിക്കിളി ശബ്ദത്തോടെ കുടിച്ച പാൽ അത്രയും കുഞ്ഞെൻ്റെ ചുമലിലേക്ക് ഛർദ്ദിച്ചു. വീണ്ടും ഒന്നുകൂടി. നല്ല കുളിര്, നല്ല നനവും, ഏതോ ഒരു സിന്ധിപ്പശുവിൻ്റെ അകിട് ചുരത്തിയ വാസനയും. ആ അച്ഛനും അമ്മയും ഇപ്പം മരിക്കുമെന്നെനിക്ക് തോന്നി. സകല അപരിചിതത്വവും മറന്ന് അമ്മ തുണിയെടുത്ത് എൻ്റെ ഉടുപ്പും ദേഹവും തുടച്ചു. ക്ഷമ ചോദിക്കും പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്ന് വൃത്തിയായി ഛർദ്ദിച്ചതും കരഞ്ഞിരുന്ന കാര്യമേ കുഞ്ഞു മറന്നു. വീണ്ടും പാൽക്കുപ്പിയെടുത്ത അച്ഛനെ ഞാനൊന്ന് ശാസിച്ചു. ഇനി ആ പാല് കൊടുക്കേണ്ട. ഈ കുഞ്ഞിനാകെ 1-2 ഔൺസ് പാലേ വേണ്ടൂ. ഇതിങ്ങനെ ലിറ്റർ കണക്കിൽ പാല് ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് കുടിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇവൾക്ക് പാലില്ലാത്തത് കൊണ്ട് വേറെ നിവർത്തിയില്ല. എന്നും വെച്ച് ഈ പാല് കൂടുതൽ കുടിപ്പിക്കണോ? ഈ പാല് പെട്ടെന്ന് ദഹിക്കില്ല. പാല് കുടിച്ചു കഴിഞ്ഞാൽ സ്വല്പനേരം ഇങ്ങനെ ചുമലിൽ കിടത്തി പുറത്ത് പതിയെ തടവി കൊടുക്കണം. 1-2 എക്കിട്ട പോയാൽ ആ ഗ്യാസും അങ്ങ് പോവും. അല്ലെങ്കിൽ ഗ്യാസ് നിറഞ്ഞ് വയറ് വീർത്ത് കുഞ്ഞ് കരയും. അവർക്കതൊരു പുതിയ അറിവായി എനിക്ക് തോന്നി. കുഞ്ഞിനെ എന്നിൽ നിന്നും വാങ്ങി അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങി. അതീവ സന്തോഷം വന്ന പോലെ വണ്ടിയുടെ വേഗത വീണ്ടും കൂടുകയായി. കുഞ്ഞുറങ്ങിയതുപോലെ ഞാനും വളരെ നേരം ഉറങ്ങിയെന്ന് തോന്നുന്നു. നേരം പുലർന്ന് വളരെ നേരമായിരിക്കുന്നു. വണ്ടി ടെർമിനസിലെത്തി. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഒഴിഞ്ഞ തീവണ്ടി മുറിയിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ കയറിയ പോർട്ടർമാരിൽ ആരോ ആണ് മുകളിൽ കിടന്നുറങ്ങുന്ന എന്നെ ഉണർത്തിയത്. പുറത്ത് സ്റ്റേഷനിലെ ബഹളം കേൾക്കാം. ഞാൻ താഴേക്ക് നോക്കി. ഇന്നലെ രാത്രി ഞാൻ ലാളിച്ച കുഞ്ഞും കുടുംബവും സ്ഥലം വിട്ടിരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ വിഷമമെല്ലാം മാറിയിട്ടുണ്ടാവും. ജീവിച്ചു തീരുന്നതിനിടയിൽ എനിക്ക് അങ്ങനെയും ഒരു യാത്ര ഓർമ്മിക്കാൻ ഒരു മൃദുസ്പർശം കൂടി. പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം കണ്ടത് ആ കുഞ്ഞിനെയും കുടുംബത്തെയുമാണ്. അവരെന്നെ ആഹ്ലാദത്തോടെ കാത്തു നിൽക്കുകയാണ്. ആ അച്ഛൻ വേഗം വന്നെൻ്റെ കയ്യിൽ പിടിച്ചു. കുഞ്ഞിനെയും എടുത്ത് അമ്മ മുന്നോട്ട് വന്നു. ഞങ്ങൾ കാരണം ഇന്നലെ ഉറങ്ങാൻ സാധിച്ചില്ല അല്ലേ? വിളിക്കാൻ തോന്നിയില്ല. എപ്പോഴായാലും എഴുന്നേൽക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ കാത്തു നിൽക്കായിരുന്നു. സത്യം പറഞ്ഞാൽ വല്ലാതെ പേടിച്ചു പോയപ്പോഴാണ് രണ്ടാമതും ഞാൻ വിളിച്ചത്. അതിനെന്താ, സന്തോഷേ ഉള്ളൂ. ആളിപ്പോഴെങ്ങനുണ്ട്? നെഞ്ചോട് ചേർത്ത് പിടിച്ച കുഞ്ഞിനെ അമ്മ വിടർത്തി കാണിച്ചു. നല്ല ഉറക്കം, സുഖം, നിദ്ര. അച്ഛൻ പറഞ്ഞു, ആ പാല് മുഴുവൻ ഞാൻ കളഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് താമസ സ്ഥലത്തെത്തും. പിന്നെ പുതിയ പാല് കിട്ടും. ആളിങ്ങെത്തിയിട്ടല്ലേ ഉള്ളൂ. അച്ഛനും അമ്മയും ഇനി എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു. ഒരു കുഞ്ഞിനെ വളർത്തുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. വളരാൻ വേണ്ടി അവരെ നമ്മളിങ്ങനെ പ്രയാസപ്പെടുത്താഞ്ഞാൽ മതി. യാത്ര പറഞ്ഞ് കുഞ്ഞിനൊരു ഉമ്മയും കൊടുത്ത് ഞാൻ നടക്കവേ എന്തോ പറയാനുള്ളതുപോലെ അവർ വീണ്ടും എൻ്റെ പിറകെ വന്നു. ആദ്യം അച്ഛനാണ് വന്നത്, പിറകെ അമ്മയും. പിറകിൽ വന്ന് പിടിച്ചിട്ടും എന്തോ പറയാനുള്ളതുപോലെ നിന്നിട്ടും ഒന്നും പറയാതെ വിഷമിച്ച് നിൽക്കുന്ന അവരോട് ഞാൻ വീണ്ടും ചോദിച്ചു, എന്തേ, ഞാനെന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ? അയാൾ സാവകാശം പറഞ്ഞു, ഇത് ഇവള് പ്രസവിച്ച കുഞ്ഞല്ല. പ്രസവിച്ച് 18-ാം ദിവസം ഞങ്ങൾ ഈ കുഞ്ഞിനെ ദത്തെടുത്തതാണ്. അമ്മയായും അച്ഛനായും ഉള്ള പരിചയം ഇല്ലാന്ന് തന്നെ പറയാം. എനിക്ക് ഫ്രാൻസിലാണ് ജോലി. ഇന്നിവിടെ തങ്ങി നാളെ ഞങ്ങൾ ഫ്രാൻസിലേക്ക് പോവും. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. അതുകൊണ്ട് ഒരു സത്യം പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ആ അമ്മയെ വാക്കുകൾ മറന്നുറ്റുനോക്കി. ആ മുഖത്ത് കൃതജ്ഞതയുണ്ട്, സന്തോഷത്തിൻ്റെ പ്രകാശമുണ്ട്, അമ്മിഞ്ഞ ചുരത്താൻ കഴിയാഞ്ഞതിൻ്റെ വേദനയുണ്ട്. ഞാനവരുടെ ചുമലിൽ സ്നേഹത്തോടെ കൈവച്ചു.
എന്നോടല്ല, ഏതോ ഒരമ്മയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോടാണ് നന്ദി പറയേണ്ടത്. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത് 1,000,000 കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കുന്നതിലും വലിയ പുണ്യമാണ്. ആ പുണ്യം നിങ്ങൾക്കെന്നും ഉണ്ടാവും. ആ അമ്മയുടെ കണ്ണിൽ ഒരു പുഴ പൊട്ടുന്നത് ഞാൻ കണ്ടു. നന്ദി.